ഹായ്, ഗുഡ് ഈവനിങ്. ഇതാണ് നമ്മുടെ സെക്കൻഡ് കിച്ചൻ്റെ ഇപ്പോൾ ഒരു ഇൻസ്റ്റലേഷൻ എക്സ്പ്ലനേഷൻ വീഡിയോ. ഇതിൽ 2 വാളാണ് വരുന്നത്. ഇതൊരു ഫ്രിഡ്ജിൻ്റെ ഒരു വാൾ നമ്പർ 4 വാൾ നമ്പർ 2 നമ്മുടെ സിങ്കും അതുപോലെ ഈ ഒരു ഭാഗം വരുന്നത്. ഇതൊരു പില്ലറാണ് ബേസിക്കലി. അപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ ഒരു മറ്റേ സ്റ്റൗ ആണ് വെക്കുന്നത്. ഇവിടെ സ്റ്റൗ ആണ് വെക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ സൈഡിൽ നിന്ന് തുടങ്ങാം. നമ്പർ 9 വരുന്നത് 2 ഡ്രോവേഴ്സ് വരുന്നുണ്ട്. നമ്പർ 9 ഡ്രോവേഴ്സ് 2 ബ്ലം ഡ്രോവേഴ്സ് വരണം. പിന്നെ നമ്പർ 10 വിക്കർ ബാസ്ക്കറ്റ് വരുന്നുണ്ട്. നമ്പർ 6 അഗെയിൻ ബ്ലം ഡ്രോവേഴ്സ് 2 വരുന്നുണ്ട്. നമ്പർ 27 റിമൂവബിൾ ഷെൽഫ്. നമ്മൾ അവിടെ ഭാവിയിൽ ഇനിയിപ്പോൾ ഡിഷ് വാഷ് വെക്കണമെങ്കിൽ ഇത് ഊരി എടുത്തിട്ട് നമുക്കപ്പോൾ വെക്കാവുന്നതേ ഉള്ളൂ. നമ്പർ 4 ബിന്നും ഡിറ്റർജന്റ് ഹോൾഡറും വരുന്നുണ്ട്. പിന്നെ നമ്പർ 13 ബ്ലം ഇന്റേണൽ സ്പൈസ് പുള്ളോട്ട് വരുന്നുണ്ട്. അതിൻ്റെ ഒരു പിക്ചർ കാണിച്ചു തരാം. ഇപ്പോൾ ഇതുപോലെ ഇതാണ് ബ്ലം ഇന്റേണൽ സ്പൈസ് പുള്ളോട്ടിന്റെ മോഡൽ വരുന്നത്. അപ്പോൾ അത് വരുന്നുണ്ട്. പിന്നെ നമ്പർ 11 3 ഡ്രോവേഴ്സ് വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ സ്റ്റാൻഡേർഡ് എല്ലാത്തിനും വരാറുണ്ടല്ലോ. ഹോബിന്റെ താഴെ വരുന്നത് പോലെ തന്നെ അവിടെ സ്റ്റൗ ആണ്, പക്ഷെ ബ്ലം ഡ്രോവേഴ്സ് 3 നമ്പേഴ്സ് വിത്ത് കട്ട്ലറി ഓർഗനൈസർ വരുന്നുണ്ട്. പിന്നെ നമ്പർ 12 ഒരു സ്പൈസ് പുള്ളോട്ട് വരുന്നുണ്ട്. ആ സ്പൈസ് പുള്ളോട്ട് കഴിയുന്നതും ഇതുപോലെ ഒരു സ്പൈസ് പുള്ളോട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കണം. ഇതുപോലെ ഒരു വുഡൻ ഇങ്ങനെ വെച്ച് എന്ന രീതിയിൽ അത് നമുക്ക് കുർഷിനോട് പറഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഏകദേശം ഇതുപോലത്തെ ഒരു സംഭവം നമുക്ക് വേണം. പിന്നെ സെക്കൻഡ് തിങ്, പിന്നെ നമ്പർ 39 വരുന്നത് GTPT ആണ്. പക്ഷേ ഇതിൽ 670 ആണ് ഇതിനകത്ത് മെഷർമെന്റ് വന്നിരിക്കുന്നത്. അപ്പോൾ 60 സെന്റിമീറ്റേഴ്സിന് നമുക്ക് ഇതിൽ വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനുള്ള അകത്ത് എന്തെങ്കിലും പാക്ക് ചെയ്തിട്ട് ഇവിടെ GTPT എങ്ങനെയും അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം. പിന്നെ നമ്പർ 8 വരുന്നത് റിമൂവബിൾ ഷെൽഫ്. നമ്പർ 18 റിമൂവബിൾ ഷെൽഫ്. നമ്പർ 7 റിമൂവബിൾ ഷെൽഫ് വരും. പിന്നെ നമ്പർ 9 ബ്ലം ഡ്രോവേഴ്സ് 2 വരുന്നുണ്ട്. ഓക്കെ, ഇതിനകത്ത് പിന്നെ വരുന്നത് ഒരു സിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി ഇപ്പോൾ ക്ലയന്റ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇതുണ്ടോ, ഇതാണ് ടാപ്പ് വരുന്നത്. ഡെൽറ്റയുടെ ടാപ്പാണ് സെക്കൻഡ് കിച്ചണിൽ വരുന്നത്. പിന്നെ കെറൈസിലിന്റെ ഈ ഒരു മാറ്റ് ഫിനിഷ് സിങ്ക് ആണ് ഫസ്റ്റ് കിച്ചണിൽ, അതും സെക്കൻഡ് കിച്ചണിൽ വരുന്ന ഈ 2 ആക്സറി ആണ് നമ്മൾ സപ്ലൈ ചെയ്യുന്നത്. ക്ലയന്റ് ഓൾറെഡി പേ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇതിന്റെ മുകളിൽ സ്റ്റൗ വരും. ഇനി ഓപ്പോസിറ്റ് വാളിൽ ഒരു ഫ്രിഡ്ജ് ഉണ്ട്. പിന്നെ ഫ്രിഡ്ജിന്റെ മുകളിൽ ഈ നമ്പർ 23 എന്ന് പറഞ്ഞ റിമൂവബിൾ ഷെൽഫുകൾ വരും. ഈ 24, 25, 26, 37 ഇതെല്ലാത്തിനും റിമൂവബിൾ ഷെൽഫാണ്. പിന്നെ ഇവിടെ നമ്പർ 16 2 ബ്ലം ഡ്രോവർ വരുന്നുണ്ട്. നമ്പർ 17, 15, 20 ഈക്വൽ ടൈപ്പ് ആണെന്ന് വെച്ചാൽ ഇത് 2 ഡോറായിട്ട് ഡിവൈഡ് ചെയ്യാണ്. 20 2 ഡോറുണ്ട്, താഴെയുണ്ട് മുകളിലുണ്ട്. 15 2 ഡോർ താഴെയും മുകളിലും, 17 2 ഡോർ താഴെയും മുകളിലും. താഴത്തെ ഒരു ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ ഇന്റേണൽ ഡ്രോവേഴ്സ് 2 പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആക്ച്വലി അഗ്രിമെന്റ് സൈൻ ചെയ്തിരിക്കുന്നത് ഒറ്റ ഇന്റേണൽ ഡ്രോവറാണ്. അത് കുറച്ച് റേറ്റ് കൂടിയ സാധനമാണ്. പക്ഷെ നമുക്ക് ആ തൽക്കാലത്തേക്ക് നമ്മളത് എക്സ്ട്രാ ആഡ് ചെയ്യുന്നില്ല ഒന്നും. ഇപ്പൊ ഇതിനകത്ത് 23 ഡ്രോവേഴ്സോളം ബ്ലം ഡ്രോവർ പറഞ്ഞില്ല. അപ്പൊ ആ റേറ്റിന് തന്നെ നമ്മൾ ഇന്റേണൽ ഡ്രോവർ കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഡോർ തുറന്നാൽ നേരത്തെ കാണിച്ച പോലെ 2 ഇന്റേണൽ ഡ്രോവർ ഉണ്ടാവും. ഈ മുകളിലത്തെ ഡോർ തുറന്നു കഴിഞ്ഞാൽ 2 റിമൂവബിൾ ഷെൽഫ് ഉണ്ടാവും. സെയിം തിങ് ഗോസ് വിത്ത് 15, 17. 15 മുകളിലത്തെ ഒരു ഡോർ തുറന്നാൽ 2 റിമൂവബിൾ ഷെൽഫ് ഉണ്ടാവും. താഴത്തെ ഡോർ തുറന്നാൽ 2 ഇന്റേണൽ ഡ്രോവർ. ഈ 17 താഴത്തെ ഡോർ തുറന്നാൽ 2 ഇന്റേണൽ ഡ്രോവർ, മുകളിലത്തെ ഡോർ തുറന്നാൽ 2 റിമൂവബിൾ ഷെൽഫുകൾ വരും. അപ്പൊ ഇത്രയാണ് ഈ ഒരു വാളിന്റെ വരുന്നത്. അപ്പോൾ മാം ഇതൊന്ന് നോക്കിയിട്ട് ഒന്ന് കൺഫേം ചെയ്യണേ. താങ്ക് യു.